ഹായ് വെൽക്കം ബാക്ക് ടു സുലു ബ്ലോഗ്. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈസിയും ക്രഞ്ചിയുമായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡിസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതിനുശേഷം നമുക്ക് കടായ അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ തിളച്ച് വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാനായി നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവർക്കും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ സുലു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിരുന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി വലുതായിട്ട് മൂക്കണ്ട, കുറച്ച് മൂത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ നമ്മൾ 4 വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നീളത്തിൽ വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ വലുതായിട്ടാണ് എരിഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കിത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ എണ്ണയൊക്കെ പൊട്ടറ്റോയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് അടച്ച് വേവിക്കുക. അതിൽ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഉപ്പ് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്ന് ഉപ്പ് സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഉപ്പ് പിടിച്ച് വരാൻ വേണ്ടി മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. നമ്മളിങ്ങനെ വേവൊക്കെ എത്ര ആയെന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്ന മസാല എന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞങ്ങളിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുളക് പൊടി എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡായി വരാൻ വേണ്ടി നമ്മൾ അടിയിൽ നിന്ന് ഇളക്കണം. നമ്മൾ അടി കിടക്കുന്ന പൊട്ടറ്റോയ്ക്കൊക്കെ അരപ്പ് പിടിക്കാതെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ അടിയിൽ നിന്ന് ഇളക്കി വന്നാൽ നമുക്ക് അടിയിലുള്ള പൊട്ടറ്റോയ്ക്ക് അരപ്പ് പിടിക്കത്തുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി നമ്മുടെ പൊട്ടറ്റോയ്ക്കകത്തൊന്ന് പിടിച്ച് വരുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഇളക്കുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാ പൊട്ടറ്റോയ്ക്കും ഒരുപോലെ നമുക്ക് അരപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഓരോ ഐറ്റംസ് ചേർക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഓരോ ഐറ്റംസ് ചേർക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മൾ മേളിൽ ഈ പൊടികൾ ഇടുകയാണെങ്കിൽ അടിയിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി പൊട്ടറ്റോയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് വരാനാണ്. ക്രിസ്പിനെസ്സും എരിയും എല്ലാം കൂടി മിക്സായിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം മൊത്തത്തിൽ. എന്നെപ്പോലുള്ള കൊച്ചു കൂട്ടുകാർക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു അമ്മമാർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്, പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്പൈസിയായ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല നാളേക്ക് ആശംസിക്കുന്നു. താങ്ക് യു.